ഏത് നിമിഷവും യുദ്ധം പടർന്നു പിടിക്കാനും കെട്ടുപോകാനും സാധ്യതകൾ മുൻനിർത്തിയാണ് സമാധാനത്തിന്റെ നൂൽപാലത്തിലൂടെ ലോകം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. യുദ്ധം പടർന്നു പിടിക്കാനുള്ള സാധ്യതകളെക്കാൾ ഭീകരമാണ് മറ്റു രാജ്യങ്ങൾ കൂടി യുദ്ധത്തിന്റെ ഭാഗമാകുന്നത്. റഷ്യയും ചൈനയും കൂടി യുദ്ധത്തിന്റെ പക്ഷം ചേർന്നാൽ ലോകം അവസാനിക്കുവാനുള്ള യാത്രയിലേക്കുള്ള യാത്രാമൊഴി തന്നെയായി മാറും അത്. ഇറാന്റെ പരമാധികാരത്തെ ലക്ഷ്യമാക്കി യുഎസും ഇസ്രയേലും ചേർന്ന് നടത്തിയ സൈനിക നീക്കത്തെ ശക്തമായി അപലപിച്ച് റഷ്യയും ചൈനയും രംഗത്തെത്തിയിരുന്നു. നയതന്ത്ര ചർച്ചകൾ പുരോഗമിക്കുന്ന സാഹചര്യത്തിലുണ്ടായ ഈ ആക്രമണം അന്താരാഷ്ട്ര രാഷ്ട്രീയത്തെ കൂടുതൽ അസ്ഥിരമാക്കുകയും പാശ്ചാത്യേഷ്യയെ തീപ്പൊരി നിറഞ്ഞ ശവപ്പറമ്പാക്കി മാറ്റുകയും ചെയ്യുമെന്നതാണ് അവരുടെ മുന്നറിയിപ്പ്. ഈ പശ്ചാത്തലത്തിൽ റഷ്യയും ചൈനയും യുദ്ധത്തിൽ നേരിട്ട് പങ്കാളികളാവുകയാണെങ്കിൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ ലോകക്രമത്തെ തന്നെ തകർക്കാൻ ശേഷിയുള്ളതായി. ആദ്യമായി ശ്രദ്ധിക്കേണ്ടത്, ഇതുവരെ പ്രാദേശിക സംഘർഷമായി കണ്ടിരുന്ന പ്രശ്നം ആഗോള ശക്തികളുടെ നേരിട്ടുള്ള ഏറ്റുമുട്ടലായി മാറാനുള്ള സാധ്യതയാണ്. അമേരിക്ക ഇസ്രയേൽ സഖ്യത്തിനെതിരായി റഷ്യ ചൈന കൂട്ടുകെട്ട് സൈനികമായി രംഗത്തെത്തിയാൽ അത് രണ്ട് ബ്ലോക്കുകളായി വിഭജിക്കപ്പെട്ട പുതിയ ശീതയുദ്ധ അന്തരീക്ഷം സൃഷ്ടിക്കും. ആണവായുധ ശേഷിയുള്ള രാഷ്ട്രങ്ങൾ നേരിട്ട് മുഖാമുഖം നിൽക്കുന്ന സാഹചര്യം മനുഷ്യകുലത്തിന് തന്നെ ഭീഷണിയായി മാറും. ചെറുതായി ആരംഭിക്കുന്ന സൈനിക നീക്കങ്ങൾ പോലും നിയന്ത്രണം വിട്ട് ആഗോള യുദ്ധത്തിലേക്ക് വഴിമാറാൻ സാധ്യതയുണ്ട്. പാശ്ചാത്യേഷ്യയുടെ ഭൗമരാഷ്ട്രീയ പ്രാധാന്യം ഇവിടെ നിർണായകമാണ്. ഇറാൻ ലോകത്തിലെ പ്രധാന എണ്ണവാതക സമ്പത്ത് കൈവശം വയ്ക്കുന്ന രാജ്യങ്ങളിലൊന്നാണ്. റഷ്യയും ചൈനയും യുദ്ധത്തിൽ ചേരുകയാണെങ്കിൽ പെർഷ്യൻ ഗൾഫിലെ കപ്പൽ ഗതാഗതം തടസ്സപ്പെടാനും ഹോർമൂസ് കടലിടുക്കിൽ സംഘർഷം ശക്തമാകാനും സാധ്യതയുണ്ട്. ഇതിന്റെ പ്രതിഫലം ആഗോള ഇന്ധന വിലയിൽ കുത്തനെ ഉയർച്ചയായിരിക്കും. യൂറോപ്പ് മുതൽ ഏഷ്യ വരെ വ്യവസായ മേഖലകൾക്ക് വൻ ആഘാതമുണ്ടാകും. ഇതിനകം തന്നെ സാമ്പത്തിക മന്ദഗതി അനുഭവിക്കുന്ന ലോകം കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നീങ്ങും. രണ്ടാമതായി സൈനിക സാങ്കേതിക വിദ്യയുടെ വിനിയോഗം വൻതോതിൽ വർദ്ധിക്കുമെന്നുള്ളതാണ്. ഡ്രോൺ യുദ്ധം, സൈബർ ആക്രമണം, ഉപഗ്രഹ ബന്ധങ്ങൾ തകർക്കൽ തുടങ്ങിയ ആധുനിക യുദ്ധരീതികൾ വ്യാപകമാണ്. പ്രത്യേകിച്ച് ചൈനയുടെ സൈബർ ശേഷിയും റഷ്യയുടെ പ്രതിരോധ സംവിധാനങ്ങളും അമേരിക്കയുടെ സാങ്കേതിക മേൽക്കോയ്മയുമായി ഏറ്റുമുട്ടുമ്പോൾ യുദ്ധം ഭൂമിയിലല്ലാതെ ബഹിരാകാശത്തും ഡിജിറ്റൽ ലോകത്തും വ്യാപിക്കും. ബാങ്കിംഗ്, വൈദ്യുതി, കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ വരെ ലക്ഷ്യമാകുന്ന സൈബർ ആക്രമണങ്ങൾ സാധാരണ ജനങ്ങളുടെ ജീവിതം ഇതിലും ദുഷ്കരമാണ്. മൂന്നാമതായി ഐക്യരാഷ്ട്രസഭ പോലുള്ള ആഗോള സംവിധാനങ്ങളുടെ പ്രസക്തി ഇനിയും കൂടുതൽ ആഴത്തിൽ ചോദ്യം ചെയ്യപ്പെടും എന്നുള്ളതാണ്. സുരക്ഷാ സമിതിയിൽ സ്ഥിരാംഗങ്ങളായ രാജ്യങ്ങൾ തമ്മിൽ നേരിട്ടുള്ള യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ അന്താരാഷ്ട്ര നിയമക്രമം തകർന്നടിയും. ചെറിയ രാജ്യങ്ങൾ സുരക്ഷിതത്വം നഷ്ടപ്പെട്ട നിലയിലേക്ക് നീങ്ങും. സഖ്യരാഷ്ട്രീയങ്ങൾ വീണ്ടും ശക്തമാവുകയും ലോകം വ്യക്തമായ ബ്ലോക്കുകളായി വിഭജിക്കപ്പെടുകയും ചെയ്യും. മനുഷ്യാവകാശ പ്രതിസന്ധി അനിവാര്യമായി വരും. ഇറാനിൽ നടക്കുന്ന സൈനിക നീക്കങ്ങൾ അയൽ രാജ്യങ്ങളിലേക്ക് അഭയാർത്ഥികളുടെ ഒഴുക്ക് സൃഷ്ടിക്കും. സിറിയ, ഇറാഖ്, ലെബനൻ തുടങ്ങിയ രാജ്യങ്ങൾ ഇതിനകം തന്നെ അസ്ഥിരാവസ്ഥയിലാണ്. ഈ മേഖലയിൽ വീണ്ടും യുദ്ധം വ്യാപിച്ചാൽ ലക്ഷക്കണക്കിന് ആളുകൾ കുടിയൊഴിയേണ്ടി വരും. ഭക്ഷ്യക്ഷാമം, ആരോഗ്യ പ്രശ്നങ്ങൾ, വിദ്യാഭ്യാസ തടസ്സങ്ങൾ എന്നിവ വലിയ മാനവിക ദുരന്തത്തിലേക്ക് നയിക്കും. ഇതിനു പുറമെ റഷ്യയും ചൈനയും യുദ്ധത്തിൽ ചേരുന്നത് ആഗോള സാമ്പത്തിക വ്യവസ്ഥയെ രണ്ടു ഭാഗങ്ങളായി മാറ്റും. ഡോളർ കേന്ദ്രീകൃത സാമ്പത്തിക വ്യവസ്ഥയ്ക്കെതിരെ ബദൽ സംവിധാനങ്ങൾ ശക്തമാക്കാൻ ചൈനയും റഷ്യയും ശ്രമിച്ചു വരികയാണ്. യുദ്ധ സാഹചര്യം അതിന്റെ വേഗത കൂട്ടാൻ സഹായിക്കും. വ്യാപാര ഉപരോധങ്ങൾ, ബാങ്കിംഗ് നിയന്ത്രണങ്ങൾ, സാങ്കേതിക ഉപരോധങ്ങൾ എന്നിവ മൂലം ലോകവ്യാപക വ്യാപാരം തകർച്ച നേരിടും. ആഗോള വിതരണ ശൃംഖലകൾ വിച്ഛേദിക്കപ്പെടും. ആണവായുധ ഭീഷണി ഏറ്റവും ഗുരുതരമായ മറ്റൊരു യാഥാർത്ഥ്യമാണ്. റഷ്യയും അമേരിക്കയും ലോകത്തിലെ ഏറ്റവും വലിയ ആണവ ശക്തികളാണ്. ചൈനയും വേഗത്തിൽ തന്റെ ആണവശേഷി വർദ്ധിപ്പിക്കുന്നുമുണ്ട്. സംഘർഷം നിയന്ത്രണം വിട്ടാൽ ആണവായുധങ്ങൾ ഉപയോഗിക്കാനുള്ള സാധ്യതയെ നിഷേധിക്കാൻ കഴിയില്ല. അതിന്റെ പ്രത്യാഘാതം മനുഷ്യചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തമായി. എന്നാൽ ഈ ഭീഷണികളുടെ പശ്ചാത്തലത്തിൽ ഒരു പോസിറ്റീവ് സാധ്യതയും. ഇത്തരമൊരു വൻ യുദ്ധത്തിന്റെ ഭീകരത മനസ്സിലാക്കിയാൽ ലോകശക്തികൾ നയതന്ത്ര ചർച്ചകളിലേക്ക് മടങ്ങാൻ നിർബന്ധിതരാകാം. ശക്തിപ്രയോഗം ഒഴിവാക്കി സംവാദത്തിലൂടെ പ്രശ്നപരിഹാരം തേടേണ്ടതിന്റെ ആവശ്യകത കൂടുതൽ ബോധ്യപ്പെടും. അന്താരാഷ്ട്ര സമൂഹം ഒരുമിച്ചു നിന്നാൽ സംഘർഷം പരിമിതപ്പെടുത്താനും സമാധാനം പുനഃസ്ഥാപിക്കാനും കഴിയും. ഇറാനെ ചുറ്റിപ്പറ്റിയുള്ള ഈ പ്രതിസന്ധി ഒരു പ്രാദേശിക പ്രശ്നമല്ല, അത് ആഗോള ശക്തി സമവാക്യത്തെ സ്വാധീനിക്കുന്ന സംഭവമാണ്. റഷ്യയും ചൈനയും യുദ്ധത്തിൽ നേരിട്ട് പങ്കാളികളാകുന്ന സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ലോകം പുതിയ ശീതയുദ്ധത്തിലേക്കോ അതിലുപരി ആഗോള യുദ്ധത്തിലേക്കോ നീങ്ങാൻ സാധ്യതയുണ്ട്. അതിനാൽ സൈനിക ശക്തി പ്രദർശിപ്പിക്കുന്നതിനേക്കാൾ നയതന്ത്ര ചർച്ചകൾക്ക് മുൻഗണന നൽകേണ്ടത് അനിവാര്യമാണ്. സമാധാനമാണ് മനുഷ്യരാശിയുടെ ഏക വഴിയെന്ന സത്യത്തെ ലോകശക്തികൾ തിരിച്ചറിയേണ്ട അനിവാര്യ സമയം ഇതാണ്.